ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വമുണ്ടാകട്ടെ. ഈ പ്രഭാത ധ്യാനത്തിനായി പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്ന ദൈവത്തിൻ്റെ വചനം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. അതിന് ദൈവം മോശയോട്, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം എന്ന് കൽപ്പിച്ചു. യഹോവയായ ദൈവം മോശയെ ഒരു വലിയ ദൗത്യം ഏൽപ്പിക്കുന്ന അധ്യായമാണ് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം. ദൈവത്തിന് ഒരു ഉത്തരവാദിത്വം അല്ല, ഒരു വാഗ്ദത്ത നിവർത്തീകരണം, ഒരു ദൗത്യം ഇസ്രായേൽ മക്കളോട് ബന്ധപ്പെട്ടുണ്ട്. അത് അബ്രഹാമിൽ ദൈവം തുടങ്ങി വെച്ചതാണ്. എന്നാൽ നീണ്ട വർഷങ്ങളായി അത് പൂർത്തീകരിക്കാതെ ഫറവോന്റെ അടിമനുഖത്തിൽ കിടക്കുന്ന ജനത്തോടുള്ള ദൈവത്തിൻ്റെ ഉത്തരവാദിത്വം നിവർത്തീകരിക്കേണ്ടതിന് ദൈവം ഒരു മനുഷ്യനെ കണ്ടെത്തി. അവൻ്റെ പേരാണ് മോശ. അവനെ ദൗത്യം ഏൽപ്പിക്കുന്ന ഒരധ്യായമാണ് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം. ആ ദൗത്യം അവനോട് വ്യക്തമായി പറയുന്നു, എന്താ നീ ചെയ്യേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തോട് മോശ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതിലൊരു ചോദ്യമാണ് ഈ പ്രഭാതത്തിൽ ധ്യാന ചിന്തയിൽ എൻ്റെ ഹൃദയത്തിനകത്ത് ആഴമായ ചിന്ത, ആഴമായ ദൈവത്തിൻ്റെ ഒരു വാക്ക് എന്നെ സ്പർശിച്ചു. അത് ഞാൻ നിങ്ങളുമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ ചിന്ത ഇങ്ങനെയാണ്. മോശ ദൈവത്തോട് ചോദിച്ചു, ഇത്രയും നേരം എന്നോട് സംസാരിച്ചല്ലോ, നിന്റെ പേരൊന്ന് പറയും. ദൈവം ആ ചോദ്യത്തിനും മോശയ്ക്ക് ഉത്തരം കൊടുത്തു. ഉത്തരം ഇങ്ങനെയാണ്, ഞാനാകുന്നവൻ ഞാനാകുന്നു. പ്രൈസ് ദി ലോർഡ്. ആ പദം എന്നെ വളരെ ചിന്തിപ്പിച്ചു. ഞാനാകുന്നവൻ, അതിൻ്റെ അർത്ഥം എന്താ? പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ നയിച്ചപ്പോൾ ഞാനാകുന്നവൻ എന്ന പദത്തിൻ്റെ അർത്ഥം മോശയ്ക്ക് ആ പറഞ്ഞ സമയത്ത് മനസ്സിലായിട്ടുണ്ടാകത്തില്ല. പക്ഷേ മോശയുടെ ദൗത്യത്തിൻ്റെ ഉടനീളം നാം പരിശോധിച്ചാൽ ആ പദത്തിൻ്റെ അർത്ഥം ഒളിഞ്ഞതിനകത്ത് കിടപ്പുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മോശ ഏറ്റെടുത്ത ദൗത്യത്തിൽ എന്തെല്ലാം ഉണ്ടായിരുന്നുവോ തൻ്റെ പ്രശ്നങ്ങൾ, അതിൻ്റെ എല്ലാം ഉത്തരം ദൈവമായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നോക്കണം, മന്ന, മരുഭൂമിയിൽ ജനത്തിന് ആഹാരം വേണം. ഹല്ലേലൂയ. ഞാനാകുന്നവൻ, നോക്കണം, ബിഷപ്പിന് ആഹാരത്തിനായി, പ്രൈസ് ദി ലോർഡ്, ആ ജനം ആഗ്രഹിക്കുമ്പോൾ ദൈവം മന്നയായി മാറി. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ എല്ലാവരും ഒരേ ആത്മീയാഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചു. അപ്പോൾ നോക്കണം, അവരുടെ ജീവിതത്തിൽ ഏതൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നോ ആ പ്രശ്നങ്ങളിൽ എല്ലാം ദൈവം അങ്ങനെ ആയി മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ഇന്ന് പകൽക്കാലം ഞാനാകുന്നവൻ എന്ന പദത്തിന്റെ അർത്ഥം, നമ്മുടെ ജീവിതത്തിൽ നാം എന്താണോ പ്രതിസന്ധികൾ നേരിടുന്നുവോ അതിൻ്റെ ഉത്തരം നമ്മുടെ കർത്താവായി മാറുന്നു എന്നുള്ളത്. ഒന്നുകൂടെ പറഞ്ഞാൽ, യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിൽ മാർത്തയുടെയും മറിയുടെയും വീട്ടിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി നമുക്കറിയാം. തങ്ങളുടെ ഏക സഹോദരൻ മരിച്ചു, അടക്കപ്പെട്ടു. 4 ദിവസമായി ആ കല്ലറയുടെ വാതിൽക്കൽ നിന്നുകൊണ്ട് യേശു മാർത്തയും മറിയുമായി സംഭാഷിക്കുന്ന സംഭാഷണത്തിനകത്ത് മാർത്ത പറയുന്നുണ്ട്, ഞങ്ങൾ അറിയുന്നു, അല്ലെങ്കിൽ ഞാൻ അറിയുന്നു
അവൻ പുനരുത്ഥാനത്തിൽ എല്ലാവരും ഉയർക്കുമ്പോൾ അവനും ഉയർത്തെഴുന്നേൽക്കും. അത് ഞങ്ങൾക്കറിയാം. പക്ഷെ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനാ പുനരുത്ഥാനം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്ന് വെച്ചാൽ സ്തോത്രം, മരണത്തിൽ നിന്ന് ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്ന പുനരുത്ഥാനം ഞാനാ. ഇന്ന് പകൽക്കാലം ആ ഒരു പദമാണ് എനിക്ക് പറവാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ആയിരിക്കുന്നവൻ എന്നുള്ളതല്ല, അങ്ങനെ ഉണ്ട്, ആയിരുന്നവൻ തന്നെയാ. എന്നാൽ സ്തോത്രം, ഞാൻ ആയിരിക്കുന്നവനെന്നോ ഞാൻ ആകുന്നവനെന്നോ എന്നതിലുപരി ഇപ്പോൾ ഞാൻ ആകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിന്റെ വിഷയം എന്താണോ അതിൽ ഞാൻ അതായിത്തീരും എന്ന് വെച്ചാൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ വിശദീകരിച്ചു പറഞ്ഞാൽ ഇങ്ങനെയാണ്, നീ ഒരു രോഗിയാണോ, ഞാൻ ഇപ്പോൾ നിന്റെ സൗഖ്യം. പ്രൈസ് ദി ലോർഡ്. നീ ഒരു പരാജിതനാണോ, ഞാൻ ഇപ്പോൾ നിന്റെ വിജയിയ. നീ അസമാധാനത്തിലാണോ, ഞാൻ നിന്റെ സമാധാനമാ. അല്ല, ഞാൻ ഇപ്പോൾ നിന്റെ സമാധാനമാ, ഞാൻ സമാധാനമാകുന്നു. ഓ ജീസസ്, ഹല്ലേലൂയ. നീ കൂരിരുളിലാണോ, നിന്റെ ഭാവിയെ ചൊല്ലി നീ തപ്പിത്തടയുകയാണോ, ഞാൻ വെളിച്ചമാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ പാപിയാണ്, ഹല്ലേലൂയ, എന്നൊരു ചിന്ത, ഹല്ലേലൂയ, ഈ പകൽക്കാലം നിന്റെ ഉള്ളിലേക്ക് ഹല്ലേലൂയ ആത്മാവ് തന്നോ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുന്നു, ഞാൻ ഇപ്പോൾ നിന്റെ നീതിയാ. ഹല്ലേലൂയ. എനിക്ക് നിന്നെ നീതിമാനാക്കാൻ കഴിയും എന്ന് വെച്ചാൽ സ്തോത്രം, ഞാനാ നീതി. പ്രൈസ് ദി ലോർഡ്. നീ പ്രതിസന്ധിയിലാണോ, ഞാനാ വിടുതൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അബ്രഹാമിന്റെ ഒരു ചരിത്രം ചെറിയ വാക്കിൽ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. ഈ വാക്കുകളൊക്കെ നിങ്ങൾക്കറിയാം. ഞാൻ അത് സ്തോത്രം ഒന്നുകൂടെ റീഫ്രഷ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. അദ്ദേഹത്തിൻ്റെ ഹല്ലേലൂയ തൻ്റെ മകനെ യാഗം കഴിക്കുവാൻ വേണ്ടി പോകുന്ന യാത്രയിൽ മകൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, അപ്പാ തീയുണ്ട്, വിറകുണ്ട്, അകത്തിനുള്ള സാധനമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, പക്ഷേ അട്ടിൻകുട്ടി എന്തി? സ്തോത്രം. അപ്പോൾ അബ്രഹാം പറയുന്ന, യഹോവ കരുതിക്കൊള്ളു. ആ ഹല്ലേലൂയ, സ്തോത്രം, ആ മലമുകളിൽ വെച്ച്, ആ മോറിയുടെ മലമുകളിൽ വെച്ച് സ്തോത്രം, ഹല്ലേലൂയ, അബ്രഹാം ഹല്ലേലൂയ, സ്തോത്രം, ആ ആടിനെ കാണുക എന്ന് വെച്ചാൽ അവിടെ ഒരാട് എന്നുള്ളത് സ്തോത്രം അവന്റെ ആവശ്യകതയാ. ആ ആരാധനയ്ക്ക് പ്രൈസ് ദി ലോർഡ് ഒരു യാഗാർപ്പണത്തിനു വേണ്ടി ഒരു ആട്ടുകൊറ്റൻ വേണം. ഹല്ലേലൂയ. ആ നമ്മുടെ ദൈവം ആട്ടുകൊറ്റനായി, ഹല്ലേലൂയ, സ്തോത്രം എന്ന് വെച്ചാൽ സ്തോത്രം, അതിന്റെ പ്രശ്നം എന്താ? അവിടെ ഞാനാ എന്ന് വെച്ചാൽ ഒന്നുകൂടെ ഞാൻ ഇങ്ങനെ പറയേണ്ടത്, ഈ മക്കളെ സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ പ്രശ്നത്തിന്റെ എല്ലാം ഉത്തരം യേശുവ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ യേശു ഉത്തരമായി തീരുക എന്ന് വെച്ചാൽ പൂർണ്ണമായി നമുക്കൊരു വാക്ക് പറയാൻ 1000 പ്രശ്നം ഉണ്ടായിരിക്കും പേരിനകത്ത്, പക്ഷെ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് യേശുവ. ഇന്ന് പകൽക്കാലം ഞാൻ ആകുന്നവൻ എന്ന് വെച്ചാൽ നിന്റെ ഏത് ചോദ്യത്തിലും പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഉത്തരം ഞാനാ. യേശു പറയുക, നിങ്ങളുടെ അടുക്ക് നിൽക്കുന്ന യേശുവിനെ നിനക്കൊന്ന് കാണാൻ കഴിയും. ഇങ്ങനെ യേശു പറയുക, നീ ചോദിക്കുന്ന ചോദ്യം ലോകത്തിൽ ഹല്ലേലൂയ, സ്തോത്രം 1000 ചോദ്യം ചോദിച്ചുകൊണ്ട് ആളുകളുണ്ട്. യേശു അടുത്ത് നിന്നുകൊണ്ട് പറയുന്നുണ്ട്, ഞാനാണ് നിന്റെ ഉത്തരം, ഞാനാ, അതിൻ്റെ ഉത്തരം ഞാനാ. എനിക്ക് തരാൻ പറ്റാത്ത ഒരു ഉത്തരവുമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമക്കളെ, സ്തോത്രം, ഹല്ലേലൂയ. മോശ ചോദിച്ചു, സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ എങ്ങനെ ജനത്തോട് ചെന്ന് നിന്നെക്കുറിച്ച് പറയും? അവരോടൊന്ന് പറഞ്ഞാൽ മതി, ഞാനാ. നിങ്ങളുടെ സകല ചോദ്യത്തിൻ്റെ ഉത്തരം ഞാനാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വാർത്തേ, പുനരുത്ഥാനം ഞാനാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സൗഖ്യം ഞാനാ. വിജയം ഞാനാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓ ജീസസ്, നീതി ഞാനാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാനാ നിന്റെ ന്യായാധിപതി. പ്രൈസ് ദി ലോർഡ്, ഞാനാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഞാനാ. ആ ഒരു വാക്ക് നമ്മുടെ ഹൃദയത്തിലൊന്ന് ധ്വനിക്കട്ടെ, ഞാനാണ്. പ്രൈസ് ദി ലോർഡ്. യേശു പറയുക, നിന്റെ അടുക്കൽ നിന്ന് ഞാനാണ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. മുൻപോട്ട് പോകാൻ ഒരു വഴിയില്ലാത്ത ആളിനോട് യേശു പറയാം, ഞാനാ വഴി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മരണത്തിന് മല്ലടിക്കുന്ന ഒരു മനുഷ്യനോട് യേശു പറയുക, ഞാനാ ജീവൻ,
ഞാനാ ജീവൻ, ജീവൻ്റെ ദാതാവ് ഞാനാ, ജീവൻ കൊടുക്കുന്നത് ഞാനാ. ഓ ജീസസ് ഹല്ലേലൂയ. എഴുന്നേൽപ്പിക്കാൻ കഴിയുന്നത് ഞാനാ. ഓ ജീസസ് ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, ആ സന്നിധാനത്തിലേക്ക് അടുത്തു വന്ന് പ്രാർത്ഥിക്കുക. അതേ കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരം അങ്ങ് അതിവചനത്തിലൂടെ ജനത്തെ ബോധ്യപ്പെടുത്തണം. കർത്താവിന് ചെയ്യുന്നുകൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ഉള്ളിലേക്ക് ബലം തന്നതോർത്തു സ്തോത്രം. ഹല്ലേലൂയ. ചിലരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അത് ആഴത്തിൽ പതിയുന്നോർത്തു സ്തോത്രം. മഹത്വം അങ്ങേക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ദിനം ദൈവത്തിലൂടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.